കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രോഗിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഒരു യുവതിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. റിപ്പോർട്ടിന്റെ വാർത്തയായിരുന്നു അത്. ആ അനുഭവം തുറന്നു പറയാൻ ഇപ്പോൾ നീതു നമുക്കൊപ്പം ചേരുകയാണ്. നീതു വന്ന് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. വിരലുകൾ നഷ്ടപ്പെട്ട നീതുവിന്റെ വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നീതു നമുക്കൊപ്പം ചേരുകയാണ്. നീതു, നമസ്കാരം. ഗുഡ് മോർണിംഗ് നീതു. ഇപ്പോൾ എങ്ങനെയുണ്ട് നീതു ആരോഗ്യാവസ്ഥ? വിരലുകളുടെ പല ഭാഗങ്ങളുമല്ലേ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ വേദനിപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ വേദനയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഒന്ന് കൈയെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടക്കാനും കൈയുമെല്ലാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നീതു? നമ്മൾ കൊഴുപ്പ് നീക്കാം എന്നുള്ള പരസ്യം കണ്ടിട്ടാണോ അതോ ഇവർ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണോ ചെയ്തത്? എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അതായത് ഞാൻ അവിടെ ചെന്ന് സർജറിക്കൊക്കെ എല്ലാം ശരിയായി, എല്ലാം പറഞ്ഞ് ശനിയാഴ്ചയാണ് സർജറി പറഞ്ഞിരുന്നത്. ശനിയാഴ്ച സർജറി കഴിഞ്ഞ് ഞായറാഴ്ച മോർണിംഗ് ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് അവർ ഡിസ്ചാർജ് ചെയ്ത് വിട്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഫുഡെല്ലാം ഒരു കഞ്ഞി അത് അങ്ങനത്തെ ആഹാരങ്ങൾ കഴിക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഒമിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളത് അവിടെ വിളിച്ച് ഇൻഫോം ചെയ്തു. അന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചു, ശരിയാവുന്നില്ല, ഒരു തലകറക്കം പോലെയൊക്കെ ഉണ്ട്, ഒരു ക്ഷീണമുണ്ട് എന്ന് അവരെ അറിയിപ്പിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സർജറി ചെയ്തതിൻ്റെ ഒരു ക്ഷീണമാണത്, കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറും, അങ്ങനത്തെ രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ക്ഷീണമാണ് നമ്മൾ അവരെ വിളിച്ച് അറിയിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ BP അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു 70/50 70/60 ആ ഒരു റേഞ്ചായിരുന്നു BP നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് BP നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നോർമലി ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇങ്ങനെ വരാറുണ്ട്, ചില പേഷ്യൻസിന് ഇങ്ങനെ വരാറുണ്ട്. അത് ബ്ലഡ് അടയ്ക്കാത്തതുകൊണ്ടായിരിക്കും, ബ്ലഡ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ നീതിനുള്ളൂ എന്ന്. അപ്പം ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴും എനിക്ക് തീരെ അങ്ങ് തല ഇറക്കം പോലെയൊക്കെ വരുന്നുണ്ട്. എണീക്കുമ്പോൾ എനിക്കൊരു ഡിസ്നെസ് ഇങ്ങനെ ഒരു ക്ഷീണം, നല്ലൊരു ക്ഷീണം, തല ഇറക്കം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ചെറുതായിട്ടൊരു പനി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തലേന്ന്. നമ്മളിതെല്ലാം അവരെ വിളിച്ചറിയിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചു, നമ്മൾ ആശുപത്രിയിലോട്ട് തിരിച്ചു വരട്ടെ, കാരണം ഞായറാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, ഞായറാഴ്ച വൈകിട്ടായപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അയ്യോ സൺഡേ ഇന്ന് ഹോസ്പിറ്റൽ ഇല്ല, ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നാളെ വന്നാൽ മതി. അപ്പോൾ നമ്മൾ ചോദിച്ചു അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ വന്നാൽ പോയി കാണിക്കട്ടെ, BP കുറവല്ലേ, അപ്പോൾ ഒന്ന് കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് വെറും സാധാരണ എല്ലാവർക്കും ചിലർക്ക് ചോദിച്ചപ്പോൾ അപ്പോൾ ചികിത്സ തന്നില്ല. രണ്ടാമത്തേത് മറ്റൊരു ആശുപത്രിയിൽ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിലക്കുകയും ചെയ്തു. അതെ, അങ്ങനെ പോവേണ്ട കാര്യമില്ല, കാരണം ഇത് നോർമലാണ് ഇങ്ങനെ വരുന്നത്, ബ്ലഡ് അടയ്ക്കാവുന്ന ഒരു പ്രശ്നം, ബ്ലഡ് അടച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ പോകുമ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതായത് അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് വേഴ്സായി. മോർണിംഗ് ആയപ്പോഴത്തേക്ക് രാത്രി വരെ നമ്മൾ മോണിറ്റർ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇനി കുഴപ്പമില്ല, ഇനി കിടന്നോ, മരുന്നൊക്കെ കഴിച്ച് കിടന്നോ, രാവിലെ വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു IV ഇട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ള ഫ്ലൂയിഡ് ഇടുമ്പോഴത്തേക്ക് മാറിക്കോളും അങ്ങനെ പറഞ്ഞു. ഫ്ലൂയിഡ് ഇട്ട് കുറച്ച് നേരമായിട്ടും വലിയ ചേഞ്ചസ് ഇല്ല എന്നൊന്നും നമ്മളടുത്ത് അവർ പറയുന്നില്ല. ഞാൻ അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വയ്യ, എനിക്ക് അവിടെ നിന്ന് പരിചരിക്കുന്നതും സിസ്റ്റേഴ്സാണ് കൂടുതലും കൂടെ നിൽക്കുന്നത്. ഇടയ്ക്ക് ഒരു ഡോക്ടർ വന്ന് നോക്കിയിട്ട്, ഷിനോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ടൊക്കെ പോയായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഇത് വെച്ചിട്ടാണ് അവർ IV ഇട്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവർ IV ഇടുമ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് കഴിയുമ്പോൾ മാറുമോ, അപ്പോൾ അവർ പറയുന്നത് മാറും, നീ ഇത് കുറച്ച് നേരം ഉറങ്ങിക്കോവും, അപ്പോഴത്തേക്ക് ശരിയാവും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ അടുപ്പിച്ച് അവർ പറഞ്ഞു ഇതുപോലെ ഹോൾ ബ്ലഡ് ഇടണം, ബ്ലഡ് ഇടുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും. അങ്ങനെ ഹസ്ബൻഡ് ഒരു ഡോണറിനെയൊക്കെ അറേഞ്ച് ചെയ്ത്, ആദ്യം നമ്മളോട് പറഞ്ഞ ബ്ലഡൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ അവർ പറഞ്ഞു ഡോണറിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം, ഹോൾ ബ്ലഡാണ് വേണ്ടത്, അതുകൊണ്ട് അങ്ങനെ PRSൽ കൊണ്ടുപോയി PRSലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു.
അങ്ങനെ കഴക്കൂട്ടത്തുനിന്ന് PRSലേക്ക് ഡോണറിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് ബ്ലഡ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ബ്ലഡ് അടയ്ക്കാൻ തുടങ്ങുമ്പോഴും എനിക്ക് തീരെ വയ്യാണ്ടാവുകയാണ്. അങ്ങനെ ബ്ലഡ് അവരിടുന്നു, അവർ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചോദിക്കണം, അപ്പോഴും പറയുന്നത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എനിക്ക് ക്ഷീണമാണ്, അത് ഉറങ്ങിയാൽ മതി, ആഹാരമൊക്കെ കഴിക്കുമ്പം മാറും, സർജറിയൊക്കെ കഴിഞ്ഞത്. അതെ, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് ബ്രീത്തിങ് പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ ഭയങ്കരമായിട്ട് തല ഇറക്കം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ട്. അല്ല, കൈകാലുകൾക്കൊന്നും ബ്ലഡ് അവരിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് എനിക്ക് അപ്പോഴത്തേക്ക് ബ്രീത്തിങ് തീരെ അങ്ങ് കുറഞ്ഞു തുടങ്ങി, നല്ലപോലെ കുറഞ്ഞൊക്കെ തുടങ്ങി. ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി. അങ്ങനെ കുറേ കഴിഞ്ഞൊരു വൈകിട്ട് 7 മണിയോട് അടുപ്പിച്ച് അവർ പറഞ്ഞ് അനന്തപുരിയിലേക്ക് മാറ്റുകയാണ്, കുറച്ചും കൂടെ ഒന്ന് നമുക്ക് സ്കാനൊക്കെ ചെയ്തൊന്ന് നോക്കണം, ആ രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്യണം, ഇവിടെ അതിൻ്റെ ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് നീതുവിനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കപ്പോഴത്തേക്ക് തീരെ വയ്യ, അവർ പറയുന്നത് കേൾക്കാനോ അത് എന്താണെന്നോ കൂടുതൽ ചോദിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഞാനങ്ങ് ഒരു തല ഇറങ്ങി അങ്ങ് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയി തുടങ്ങിയായിരുന്നു. നല്ല ക്ഷീണമൊക്കെ വന്നിട്ട് എന്താണ് നടക്കുന്നത് എന്നൊന്നും മനസ്സിലാത്ത രീതിയിൽ എനിക്ക് ബോധം പോയി തുടങ്ങിയായിരുന്നു. 7 മണിക്ക് 7:15 അടുപ്പിച്ച് എന്തോ ആണ് ഇവർ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് 8 മണി 8:15 അടുപ്പിച്ചാണ് അനന്തപുരിയിലേക്ക് എത്തിക്കുന്നത്. അതായത് അവിടെ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ അടുപ്പിച്ചായി. ആ ട്രാവലൊക്കെ കഴിഞ്ഞ് ലുലു മോളിൻ്റെ ട്രാഫിക്കെല്ലാം കഴിഞ്ഞ് പതുക്കെ എന്നെ അവിടെ എത്തിക്കുന്നത്. അനന്തപുരി എത്തുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ എനിക്ക് കാറിൽ വെച്ച് തന്നെ, അതെ, ഒരു ഇന്നോവ കാറിലാണ് എന്നെ കൊണ്ടുപോയത്. കാറിൽ വെച്ച് തന്നെ കിടക്കുമ്പോഴും ഇന്നോവ കാറിലാണോ കൊണ്ടുപോയത്? ആംബുലൻസ് എടുത്തില്ല? അതെ, ആംബുലൻസിലല്ല കൊണ്ടുപോയത്, ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മളിങ്ങനെ അവർക്കറിയാം, അവർ വൈറ്റൽസൊക്കെ നോക്കുന്നുണ്ട്. എനിക്കൊരു ഓക്സിജൻ എൻ്റെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ BP നല്ല ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു നല്ല കെയർ പോലും തരാതെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും എന്നെ ഒരു ഇന്നോവ കാറിലാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കയറുന്നതും എനിക്ക് എൻ്റെ ഓർഗൻസ് എല്ലാം ഡൗൺ ആയി, ഹാർട്ട് സ്റ്റോപ്പായി, കാർഡിയാക് അറസ്റ്റ് വരികയാണ് ചെയ്തത്. അപ്പം അതാണ് പറയുന്നത്, ആ ഒരു ടൈമിൽ ജസ്റ്റ് ഇത് എത്തിയതും എനിക്ക് കാർഡിയാക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ചികിത്സാ പിഴവെന്ന് തന്നെ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണോ സൂചിപ്പിച്ചത്? അതെ, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, കിംസ്. എന്നിട്ട് ഇത്രയും നമ്മുടെ വൈറ്റൽസ് എല്ലാം ഇത്രയും കുറവായിരുന്നിട്ട് നമ്മളെപ്പോൾ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ, ഇപ്പം നമുക്കറിയില്ലെങ്കിലും ഡോക്ടേഴ്സാണ് അവർ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ നോക്കുക. പക്ഷേ ഇവർ അതും കഴിഞ്ഞ് അനന്തപുരി ഈഞ്ചക്കിലുള്ള അനന്തപുരിയിലാണ് എത്തിച്ചത്. അപ്പോൾ ആ ഒരു ടൈം ലാഗ്, അതുമല്ല ഞാനിപ്പോൾ പറയുന്നത് ഞായറാഴ്ച മുതൽ, അതായത് ഒരു സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷനിൽ പോലും ഇടാതെ എന്നെ ഡിസ്ചാർജ് ചെയ്തതാണ്. ജനറൽ അനസ്തീഷ്യ തന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതാണ്. സർജറി എനിക്ക് കറക്റ്റ് എനിക്ക് അപ്പോൾ സെഡേഷനിലായിരുന്നു, എത്ര ടൈം എന്നറിയില്ല, ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ റൂമിൽ കൊണ്ടുവന്നായിരുന്നു. നല്ല ഓർമ്മയില്ല, പക്ഷേ സാറ്റർഡേ ആണ് സർജറി ചെയ്യുന്നത്. സൺഡേ മോർണിംഗ് എനിക്കൊരു 9 മണിയൊക്കെ ആയപ്പോഴേ ഡിസ്ചാർജ് ചെയ്തു. 9 മണിക്ക് ഡിസ്ചാർജ് ചെയ്തു. അന്ന് ഡിസ്ചാർജ് ചെയ്തത് അതായത് 24 hours എന്നെ ഒബ്സർവേഷനിൽ ഇരുത്തിയില്ല. അതിന് മുന്നേ അവരെന്നെ ഡിസ്ചാർജ് സൺഡേ ആയപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്തു. അന്ന് വൈകിട്ട് നമ്മൾ പറയുന്നു. ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴാണ് അറിയുന്നത് നീതു? അത് ഞാൻ അനന്തപുരിയിൽ ഇങ്ങനെ അഡ്മിറ്റായി ഞാൻ ഒരു കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ച്വലി ഇങ്ങനെ ബോധമൊക്കെ വരുന്നത്. അതുവരെ എനിക്ക് ഫുൾ സെഡേഷനിലായിരുന്നു, വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു കുറേ നാളൊക്കെ.
അപ്പം എനിക്ക് ബോധമൊന്നുമില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പം ഞാൻ അനന്തപുരിയിലാണ്. അപ്പോഴും എനിക്ക് മനസ്സിലാവണം എന്തുകൊണ്ട് ഇവിടെ കിടക്കുന്നു, എത്ര സീരിയസ് ആണ് എൻ്റെ ഇതൊന്നും കണ്ടീഷനൊന്നും എനിക്കല്ല. ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈയിൻ്റെ ഈ കൈയെല്ലാം നല്ല കറുത്തിട്ട്, അപ്പം രക്തയോട്ടം ഇല്ലാതെ അത് ഡെഡായതാണ്, അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. ഡെഡായെന്നൊന്നും അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. രക്തയോട്ടം ഇല്ലാത്തത് കൊണ്ടാണ് അത് ചിലപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇങ്ങനത്തെ പേഷ്യൻ്റെ അടുത്ത് ഡെഡായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ആയിരിക്കും അവരതങ്ങനെ പറയാത്തത്. അത് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാലിൻ്റെതൊക്കെ ഞാൻ അങ്ങനെയാണ് കാണുന്നതൊക്കെ. ഞാൻ അന്ന് വിചാരിക്കുന്നില്ല ഇത് കട്ട് ചെയ്ത്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് 4 വിരലുകൾ മുറിച്ചു, കാലിൽ 5 വിരലുകൾ മുറിച്ചു. ലെഫ്റ്റ് ഹാൻഡിലെ 4 വിരലുകൾ പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റിയല്ലേ? അല്ല, നമ്മുടെ ഫസ്റ്റ് ജോയിൻ്റ് ആണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ആദ്യം മൊത്തം ഡെഡായിരുന്നു. പിന്നെ അത് നമ്മൾ കൈ അനക്കി അവർ കുറേ ഹീറ്റൊക്കെ തന്ന് അങ്ങനെ കുറച്ച് സർക്കുലേഷനൊക്കെ എടുത്ത് ആ ജോയിൻറ്റിൻ്റെ അവിടെ ആയിട്ടാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. കാൽ വിരലുകൾ മൊത്തത്തിൽ കട്ട് ചെയ്തായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഈ അനന്തപുരിയിലെ ഡോക്ടർമാർ പറയുന്നത് നീതു? അനന്തപുരിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് എനിക്ക് നല്ല BP ഡൗൺ ആയിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ BP ഡൗൺ, അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ കറക്റ്റ് ടൈമിൽ, അതായത് ഞാൻ ഈ ഞായറാഴ്ച വയ്യാന്ന് പറയുന്നില്ലേ, ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ എന്നെ അവിടെ തന്നെയാണ്, ഇത്രയും ഫെസിലിറ്റി ഇല്ലയെന്ന് അറിഞ്ഞിട്ട് അവർ അവിടെ തന്നെയാണ് കിടത്തിയത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പം എന്നോട് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതിനിങ്ങനെ കോംപ്ലിക്കേഷൻസേ ഇല്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്. സമയത്ത് ഈ നല്ല ചികിത്സ ചികിത്സ തന്നില്ല, അതാണ് കാരണം. 1 2 ഈ ഓപ്പറേഷനിൽ ഒരു പിഴവ്. അതെ, അതായത് ഞാൻ തലേന്നേ പറയുന്നുണ്ട് ഓപ്പറേഷൻ എന്താണെന്ന് എനിക്ക് അത് മെഡിക്കൽ ബോർഡാണ് പറയേണ്ടത്. കാരണം അവരാണ് ആശുപത്രി അടച്ചുപൂട്ടിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്തയെ തുടർന്ന് ആ ആശുപത്രി തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ നമ്മളുടെ ആവശ്യം എന്താണ് നീതു? അങ്ങനെയല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരെ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് അത് തുറന്ന് പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങളത് അറിഞ്ഞത്. ഇതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആശുപത്രിയാണോ? തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് ഞങ്ങളത് അറിഞ്ഞത്. നമ്മൾ ഇങ്ങനെ വന്നപ്പോഴാണ്, ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ലൈസൻസ് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഇങ്ങനത്തെ സർജറി അപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് ഏറ്റവും ഷോക്കായത്, ഞാൻ ഈ കൈയിൻ്റെ ഇത് മുറിക്കുന്നതിൻ്റെ സർജറിയുടെ ഭാഗമായിട്ട് അനന്തപുരി കിടക്കുമ്പോൾ ഹസ്ബൻഡ് വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു സംഭവം നടന്നു, സെയിം സിറ്റുവേഷനാണെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഷോക്കായിപ്പോയി. കാരണം ഇങ്ങനൊരു സംഭവം ഓൾറെഡി നടന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ വേറൊരാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ, അവർക്ക് വയ്യ ഇതുപോലെ BP കുറയുകയാണ്. അപ്പോൾ അവരോടും പറഞ്ഞത് കഞ്ഞിവെള്ളം കുടിക്കുക അങ്ങനെയാണ്. അപ്പോൾ അയാളും മരിച്ചുപോയി, ഇവരുടെ അനാസ്ഥ കാരണം പുള്ളി മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനൊരു രണ്ടാമത് ഇങ്ങനൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കെയർ കൊടുക്കായിരുന്നു. കണ്ടിന്യൂസ്ലി ഇത്രയും അവർക്ക് തന്നെ ഒരു മണ്ടേ ഉച്ചയോട് കൂടി ലൈസൻസ് ഇല്ലാതെ അങ്ങനൊരു ആശുപത്രിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, സൗകര്യങ്ങളില്ലാതെ. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡിൻ്റെ എന്താ വന്നിരിക്കുന്നത് റിപ്പോർട്ട്? ഈ അവസാനം വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഇതുപോലെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ പ്രോപ്പർ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഒരു ബെറ്റർ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയായിരുന്നേനെ, നേരത്തെ വേറൊരു ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് മൂവ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ അതിൻ്റെ സമ്മറിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഒരു ബെറ്റർ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയേനെ, പക്ഷേ അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് അവിടെ ഇവിടെ തൊടാതെയാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൻസേഷനെ കുറിച്ച് എന്താണ് നീതു? ഇപ്പോൾ നഷ്ടപ്പെട്ടത് വിരലുകളാണ്, കൈയുടെ വിരലും കാൽവിരലും നഷ്ടപ്പെട്ടു. എത്ര ലക്ഷം രൂപ അവിടെ അടച്ചിരുന്നു നീതു? അതെ, ഒരു എല്ലാ സർജറിയും പിന്നെ ബാക്കി ചെലവും എല്ലാം കൂടെ കൂട്ടി ഒരു 30 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ചെലവായിരുന്നു, എല്ലാം കൂടെ ചേർന്നിട്ട്. അതെ 30 ലക്ഷം അടുപ്പിച്ച് നമുക്ക് ആയായിരുന്നു. ആ പൈസ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളുടെ ആവശ്യം എന്താണ് നീതു ഇനി നമുക്ക് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത്?
ഇത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാത്ത പോസ്റ്റ് സർജിക്കൽ കെയർ അതെനിക്ക് കിട്ടിയിട്ടില്ല. 24 മണിക്കൂർ മുമ്പ് എന്നെ വിടുകയും ചെയ്തു. ഞാൻ അതിന് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ നോക്കിയിട്ടില്ല. പിന്നെ 2ാം തരം ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ഞാൻ അവിടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഉടനടി അവിടെ ഒരു CT സ്കാൻ എടുക്കാൻ പോലും ഫെസിലിറ്റി ഇല്ലയെന്ന് അവർക്ക് എന്നോട് പറഞ്ഞിരുന്നത് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നാണ്. അതപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയും ചെയ്തു. കൂടാതെ മൂന്നാമത്തത് നിലവിൽ ഈ പറയുന്ന ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു. 4 ഈ പറയുന്ന അമിതമായ തെറ്റായ പരസ്യങ്ങൾ നൽകി. അവിടെയുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് ഈ ഓപ്പറേഷനിൽ പാളിച്ച സംഭവിച്ചു. ഇത്തരം കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട്. പിന്നെ അതുമല്ല ഇങ്ങനത്തെ ഒരു സർജറി അതുമല്ല ഇങ്ങനത്തെ ഒരു സർജറിക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്നൊരു പേഷ്യന്റിനോട് പറയണം. അല്ലെങ്കിൽ ആ അറിയാവുന്ന ഡോക്ടേഴ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പ് ശസ്ത്രക്രിയയിലൂടെ നീക്കിത്തരാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അതിന് കോംപ്ലിക്കേഷൻ ഒന്നും വരുംവരായികകളെ കുറിച്ച് ഇല്ല. ഇതൊരു വെറും മൈനർ സർജറിയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, സൈഡ് എഫക്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ സർജറി പോലും അല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ നീ ഇത് ടെൻഷനേ അടിക്കേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ തന്ന് എന്നെ കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. വേറെ കോംപ്ലിക്കേഷൻ അന്ന് അതിൻ്റെ ചികിത്സയ്ക്ക് 3,000. അതിന് ചികിത്സയ്ക്ക് 3 ലക്ഷം രൂപയെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ സർജറിക്ക് പോകുന്നത്. ഇത് പോകാനുള്ളൊരു സാഹചര്യം എന്താണ്? ഈ കൊഴുപ്പ് കൂടി കിടക്കുന്നത് കാരണം അത് നീക്കം ചെയ്യണം എന്നിങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് പോയതാണോ? അതെ. അപ്പോൾ എനിക്ക് കുറച്ച് എക്സസീവ് സ്കിന്നും ഫാറ്റും ഉണ്ട്. ഇത് ചെയ്താൽ പെട്ടെന്ന് മാറും, നമ്മളെ ഒരു ഫിറ്റ്നസ് അങ്ങനെ അത് മാറ്റിയെടുക്കാമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ഓക്കെ, എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ നീതുവിനി? അതെ, ശനിയാഴ്ചയാണ് ഇതിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന ലെവൽ റിപ്പോർട്ട് കൂടുന്നത്. അപ്പോൾ ഇതിലും അവരത് മെൻഷൻ ചെയ്ത് ഇതിലും അതൊരു തെറ്റാണെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ ഒരാൾ ഓൾറെഡി മരിച്ചു, ഇനി എൻ്റെ ഒരു കേസിൽ ഇങ്ങനെ അവർക്കൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഇനി അവിടെ ചെന്നാൽ, നാലാമതോ ഒരാൾ അവിടെ ചെന്നാൽ മരിച്ചു പോയാലും അവർക്ക് ഉറപ്പുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ ബോർഡ് അവരെ സപ്പോർട്ട് ചെയ്ത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് പറയില്ല. നമ്മൾ പറയാണ് ഇത്രയും BP കുറഞ്ഞിട്ടും അവിടെ നിന്ന് ഒരു നല്ല ഫെസിലിറ്റിയിലൂടെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നീതു പറയുന്നതിൽ നിന്ന് വ്യക്തമാണ് അത് മെഡിക്കൽ ബോർഡാണ് അത് ഔദ്യോഗികമായി തീരുമാനിക്കേണ്ടതെങ്കിലും അത് മെഡിക്കൽ ബോർഡ് അങ്ങനെ തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീതു എന്തായാലും ഇപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. നീതു വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഞാൻ UST ഗ്ലോബലിലാണ് വർക്ക് ചെയ്തത്. ഈ വിരലുകൾക്ക് സംഭവിച്ച മാറ്റം ജോലിയെ ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ? അത് ഞാൻ കൈ ചെറുതായിട്ട് ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വിരൽ ചെറുതായിട്ടൊന്ന് മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഫിംഗേഴ്സ് ടിപ്സ് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ജോയിന്റ് ഫുള്ള് മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ചലിപ്പിക്കാൻ പറ്റുന്നില്ല. വിരലുകൾ അതായത് ഈ മടങ്ങിയ പോർഷൻ നല്ല മൂവ്മെൻറ്റ് വരണം, എന്നാലേ അത് നോർമൽ ഒരു ഹാൻഡ് പോലെ നമ്മൾ പ്രോസ്തറ്റിക്സ് ഒക്കെ എന്തെങ്കിലും വെച്ചാൽ പോലും അതൊരു മൂവ്മെൻറ്റ് വരണം. അതിപ്പോൾ കൈ കുറച്ച് നീരൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ നീതു. മെഡിക്കൽ ബോർഡ് കൂടി അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും ഇവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. എന്തായാലും ആശുപത്രി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ആശുപത്രിയുമാണ്. താങ്ക് യു നീതു, എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തിരിച്ച് ജോലികളിലേക്കൊക്കെ പോകട്ടെ. മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നീതുവിൻ്റെ ഇതൊരു പാഠം കൂടിയാണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലാത്ത ഇത്തരം വ്യാജ ആശുപത്രികളിൽ പോയി തലവെച്ച് കൊടുക്കരുത്. നമ്പർ 1. നമ്പർ 2, കൊഴുപ്പ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ മെഡിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുത്താൻ ഷോർട്ട് കട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. ആ പരസ്യങ്ങളിൽ പോയി നിങ്ങൾ സ്വയം വഞ്ചിതരാകരുത് എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം വ്യാജ പരസ്യങ്ങളോട് അകലം പാലിക്കുക. ഒരു തരത്തിലും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുത്തു പോകരുത് എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്.